പത്തനംതിട്ട ഏഴംകുളം പഞ്ചായത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതി ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം എങ്ങുമെത്താതെ മുടങ്ങിക്കിടക്കുന്നു. 2020-ൽ മുഖ്യമന്ത്രി നിർമ്മാണ ഉദ്ഘാടനം നടത്തിയ 2 ഫ്ളാറ്റ് സമുച്ചയങ്ങളുടെ നിർമ്മാണമാണ് നിലച്ചത്. 6 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കും എന്നായിരുന്നു പ്രഖ്യാപനം. നിർമ്മാണം നിലച്ചതോടെ ഗുണഭോക്താക്കളായ 54 കുടുംബങ്ങൾ ആശങ്കയിലുമാണ്. ഏഴംകുളം പഞ്ചായത്തിലെ ഏനാത്തിൽ 7.27 കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ലൈഫ് ഭവന പദ്ധതിയുടെ ഫ്ളാറ്റിന്റെ നിർമ്മാണമാണ് മുടങ്ങിയത്. 92 സെന്റ് സ്ഥലത്തിൽ 2 ഫ്ളാറ്റ് സമുച്ചയമായിരുന്നു പദ്ധതിയിൽ. 2020 സെപ്റ്റംബർ 24-ന് മുഖ്യമന്ത്രി നിർമ്മാണം ഉദ്ഘാടനം ചെയ്തു. 6 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ ഇതുവരെ ഒരു കെട്ടിടത്തിന്റെ പകുതി പണി പോലും പൂർത്തിയായിട്ടില്ല. മറ്റൊന്നിന്റെ അടിത്തറ മാത്രം കെട്ടി. പദ്ധതിയുടെ നിർമ്മാണ ചുമതല ഏറ്റെടുത്ത അഹമ്മദാബാദ് ആസ്ഥാനമായ കമ്പനിയുടെ എന്തെങ്കിലും തരത്തിലുള്ള സാന്നിധ്യവും പരിസര പ്രദേശങ്ങളിലില്ല. അവരും പിൻവാങ്ങിയെന്നാണ് ആക്ഷേപം. നിർമ്മാണം നിലച്ചതോടെ ആശങ്കയിലായിരിക്കുന്നത് ഫ്ളാറ്റിന്റെ ഗുണഭോക്താക്കളായ 54ഓളം കുടുംബങ്ങളാണ്. ലൈറ്റ് വെയ്റ്റ് ഫ്രെയിം സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഫ്ളാറ്റിന്റെ നിർമ്മാണം നിലച്ച വിഷയത്തിൽ സ്ഥലം MLA-യും പഞ്ചായത്ത് ഭരിക്കുന്ന LDF ഭരണസമിതിയും ഇടപെടാത്തതിലും പ്രതിഷേധമുയരുന്നുണ്ട്. അഹമ്മദാബാദിലുള്ള ഒരു കമ്പനിയായിരുന്നു ഇതിൻ്റെ കൊട്ടേഷൻ എടുത്തത്. അവർക്ക് കൃത്യമായ രീതിയിൽ പൈസയും മറ്റും കിട്ടാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഈ പദ്ധതി ഉപേക്ഷിച്ച് പോയി എന്നാണ് നമുക്കിപ്പോൾ ഇവിടെ അറിയാൻ സാധിക്കുന്നത്. ഇത് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഉള്ള ഒരു കളിസ്ഥലമായിരുന്നു. ഇപ്പോൾ ഇവിടെ 3-4 വാർഡുകളിലെ കുട്ടികൾ നിത്യം ഇവിടെ വന്ന് വൈകിട്ട് കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രദേശം. അപ്പോൾ അതൊരു ഭൂരഹിതരായ ആൾക്കാർക്ക് ഒരു ഭവന നിർമ്മാണത്തിനാണല്ലോ എന്ന് വിചാരിച്ച് ഇവിടുത്തെ എല്ലാ ജനങ്ങളും സഹകരിക്കുകയും അങ്ങനെയാണ് ഇവിടെ ഒരു ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയതും. പക്ഷേ ഇന്ന് ഈ പദ്ധതി എങ്ങുമെത്താതെ ഭൂരഹിതർ ഇന്നും വെറും നിരാശരായിട്ട് ഇവിടെ കിടക്കുകയാണ്. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധരുടെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഈ പ്രദേശം. ജനം, പത്തനംതിട്ട.